ചേട്ടാ, ശ്യാമ മേഡം വന്നോ? എന്താ കുട്ടി ചോദിക്കുന്നത്? ശ്യാമ മേഡം വന്നു, ഫംഗ്ഷൻ കഴിഞ്ഞു, പോകുകയും ചെയ്തു. അയ്യോ, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണമായിരുന്നല്ലോ. എന്താ രാമനാഥ? ഈ കുട്ടി ശ്യാമ മേഡത്തെ കാണണമെന്ന് പറഞ്ഞു വന്നതാ. അതെ, ശ്യാമ മേഡം ഇവിടുന്ന് എങ്ങോട്ടേക്ക് പോയിരിക്കുന്നെന്ന് അറിയാമോ? എവിടെയാണെങ്കിലും ഞാൻ പോയി കണ്ടോളാം. എനിക്ക് അത്രയ്ക്ക് അത്യാവശ്യമായതുകൊണ്ടാ. അതിവിടെ തൊട്ടടുത്തൊരു ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രമുണ്ട്, അവിടെ കയറുമെന്ന് മേഡം പറഞ്ഞിരുന്നു. ഒരുപക്ഷെ അങ്ങോട്ട് പോയാൽ കാണാൻ പറ്റുമായിരിക്കും. ക്ഷേത്രം എവിടെയാ? ഒരുപാട് ദൂരമുണ്ടോ? ഇല്ല, ജസ്റ്റ് 2 കിലോമീറ്റർ. ഇടമുട്ടെന്ന സ്ഥലത്തിന്റെ പേര് ഇടമുട്ട് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. താങ്ക്സ് ഏട്ടാ. കുട്ടി ഒരു കുട്ടി ശ്യാമ മേഡത്തിന്റെ ആരെങ്കിലും? അല്ല, നിങ്ങൾ തമ്മിൽ നല്ല സാമ്യമുണ്ട്, അതാ ചോദിച്ചത്. ഞാൻ ചെല്ലട്ടെ. ആ കുട്ടി ശ്യാമ മേഡത്തിനെ പോലെ തന്നെയുണ്ട്. അതെ അതെ, ചിലപ്പോൾ എന്തെങ്കിലും ബന്ധം കാണും. മകളായാലും ഇത്ര സാമ്യം കാണും. ആ കുട്ടി ശ്യാമ മേഡം എന്നല്ലേ പറഞ്ഞേ? അപ്പൊ പിന്നെ എങ്ങനെയാ? എന്തേലും ആകട്ടെ, നിങ്ങൾ വന്നേ. ചേട്ടാ, ഇവിടുന്ന് 2 കിലോമീറ്ററേ ഉള്ളൂ, ഇടമുട്ട് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. എനിക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. സോറി ചേച്ചി, വണ്ടിക്ക് പണി വന്നതുകൊണ്ടാ ശ്യാമ മേഡത്തെ കാണാൻ പറ്റാഞ്ഞത്. ഇത് ഞാൻ എന്തായാലും അവിടെ എത്തിക്കാം. ഓക്കെ. ഭഗവാനെ, ആപത്തുകൾ എന്റെ മകളുടെ പിന്നാലെയുണ്ട്. എല്ലാ ആപത്തുകളിൽ നിന്നും അവളെ നീ കാത്തോണേ. എത്രയും പെട്ടെന്ന് തന്നെ ഞാനാണ് അവളുടെ അമ്മയെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഒരവസരം ഉണ്ടാക്കി തരണേ. അങ്ങനെ സംഭവിക്കുമ്പോൾ ഒരു കാരണവശാലും എന്നെ എന്റെ മോളെ നിഷേധിക്കരുത്. ഈശ്വര, രക്ഷിക്കണം. വലം വെച്ചിട്ടല്ലേ പോകുന്നുള്ളൂ. நான் கொண்ட காயங்கள் போகுதம்மா, நாடியும் மெல்லிசையாகுதம்மா, பிள்ளை வாசத்தில் ஆசைகள் தோரணம் சூடுதம்மா, நெஞ்சம் ஆனந்த மேகத்தில் ஊஞ்சலும் ஆடுதம்மா, உயிரிலிருந்து பிரிந்த பகுதி இங்கே, நான் இழந்த சிரிப்பும் இதய துடிப்பும் പെട്ടെന്നിങ്ങനെ ഒരു കാര്യം സംഭവിച്ചപ്പോൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഞാൻ വല്ലാതെ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. നമ്മുടെ പ്രോഡക്റ്റുകളെ കുറിച്ച് അങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ടാകുന്നതും വിദേശത്ത് നമ്മുടെ പ്രോഡക്റ്റുകൾ പിടിച്ചു വച്ചിരിക്കുന്നതും നമുക്ക് ക്ഷീണം തന്നെയാണ്. സാമ്പത്തികമായ വീഴ്ച മാത്രമല്ല, കമ്പനിയുടെ റെപ്യൂട്ടേഷനെ തന്നെ അത് ബാധിക്കും.
സത്യത്തിൽ അത് വളരെ നല്ലൊരു ഓഫറായിരുന്നു. കാലങ്ങളായിട്ട് കണിമംഗലം ഗ്രൂപ്പ് ശ്രമിച്ചുകൊണ്ടിരുന്നൊരു ഓഫർ. അല്പം ഈസിയായിട്ട് മുമ്പിൽ എത്തിയതുമായിരുന്നു. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് കൂടുതലൊന്നും ആലോചിക്കാതെ ഞാനത് ചെയ്യാൻ തീരുമാനിച്ചത്. അച്ഛൻ കമ്പനിക്ക് ഉണ്ടാക്കി വെച്ചിരുന്ന സൽപ്പേര് ഞാൻ കാരണം നഷ്ടപ്പെടുമല്ലേ? ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കളുടെ ഏറ്റവും വലിയ താവളമാണ് ബിസിനസ്. പ്രത്യേകിച്ചും ജയിച്ചു നിൽക്കുമ്പോ അതെപ്പോഴും പേടിക്കണം. നമ്മൾ കയറ്റിയച്ച പ്രോഡക്റ്റുകൾക്കുള്ളിൽ മയക്കുമരുന്നിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ അതൊരു ചർച്ചയായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും പുറത്തുനിന്ന് ആരോ അതിൽ ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ അതും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ചതിക്കാൻ തീരുമാനിച്ചവർ ഞാനാണ് ചതിച്ചതെന്ന് നെറ്റിയിൽ എഴുതി ഒട്ടിച്ചു വയ്ക്കൂ. ഈ ബെഞ്ചമിൻ ഇല്ലേ, അയാളല്ലേ പുതിയ മാനേജർ? എന്താ അയാളുടെ രീതികൾ? ബെഞ്ചമിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അച്ഛനോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അയാൾ ഹാർഡ് വർക്കിംഗ് ആണ്. സ്വന്തമായിട്ട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഫാമിലി ആയതുകൊണ്ട് നല്ല കണക്ഷൻസും ഉണ്ട്. അയാളാണിപ്പോ ഇതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി എംബസിയിലും മറ്റും കയറി ഇറങ്ങുന്നത്. അയാളെ നമുക്ക് വിശ്വസിക്കാം. ആരെയും പരിപൂർണമായി കണ്ണടച്ച് വിശ്വസിക്കണ്ട.